യേശുവേ നന്ദി, മാതാവേ, അമ്മ മാതാവേ നന്ദി. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് യൂട്യൂബിൽ പ്രാർത്ഥന കണ്ടുകൊണ്ടൊരു ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ എൻ്റെ പേര് ഓമന, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. വാകത്താനം മലങ്കര കാത്തോലിക്കയിൽ ഇടഭാഗമാണ്. ഞാൻ മൊബൈൽ കാണുന്ന ഒരു സ്വഭാവമുണ്ട്, എപ്പോഴും വരും സിനിമകൾ കാണുന്നത്. അപ്പം ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു, ഉടമ്പടി ധ്യാനത്തിൻ്റെ. അപ്പോൾ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോൾ അതിലുള്ള ഓരോ വാക്കുകൾ പറയുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുകയും, ഞാൻ അങ്ങനെ ഒരു പള്ളികളും പോകില്ല. എൻ്റെ ഇടവ പള്ളിയിലല്ലാതെ പോലെ പുതുപ്പള്ളിയുണ്ട്, മണറാടൊക്കെ ഉണ്ട്, പിള്ളേർ വിളിച്ചാലൊന്ന് പോകുന്നല്ലാതെ ഞാൻ ഒന്നിനും പോവുകയില്ല. പക്ഷേ എനിക്ക് ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഇവിടെ എനിക്ക് വരണമെന്നും ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ മക്കളോട് പറയുമ്പോഴൊന്നും അവർക്ക് സമയമില്ല, എടുക്കില്ല. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ് ഞാൻ മടുത്തു. ഒരു ദിവസം രാവിലെ ഞാൻ കുളിയും കഴിഞ്ഞു, 5:30 കഴിഞ്ഞപ്പോഴത്തെ 6 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ആരാണ്ടോടൊക്കെ വഴിയൊക്കെ ഏകദേശം ചോദിച്ചിട്ട് ഞാൻ കോട്ടയത്തിന് വരുവാണ്. കോട്ടയത്തിന് വന്ന് ബസ്സിന് കയറണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ കയറിക്കോളാം, പക്ഷേ അവർ വഴിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ കുമരകത്ത് വന്നപ്പോൾ പറഞ്ഞു അവിടെ തടസ്സമാണ്, അവിടെ ഇറങ്ങണം. അവിടുന്ന് ഇറങ്ങി വീണ്ടും ഞാൻ കുറച്ച് സ്റ്റാൻഡിലോട്ട് നടന്ന്, അത് കഴിഞ്ഞാണ് ചേർത്തലേന്ന് ഞാൻ ആലപ്പുഴ വന്നിട്ട് ആൾക്കാരോട് ചോദിച്ച് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. അപ്പോൾ തിരക്കുണ്ട്, ഞാനിങ്ങനെ ചുമ്മാ കാണാനാണ് വരുന്നത്. കൃപാസനം എന്താണെന്ന് കണ്ടെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ എടുക്കാം, എന്താ ഉടമ്പടി ഒന്നും അറിയില്ല. അപ്പോൾ നോക്കി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ആൾക്കാരോട് ഇങ്ങനെ ഓരോരുത്തരൊക്കെ, എല്ലാവരും പുതിയ ആൾക്കാർ, ഒന്നും അവർക്ക് പറയാൻ അറിയുന്നില്ല. അപ്പോൾ ഉടമ്പടി അവിടെ എടുക്കുന്ന പുതിയ ഉടമ്പടിയുടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ കാണാൻ വന്നാണല്ലോ, എന്നാൽ ഞാൻ നോക്കാം. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എൻ്റെ അടുക്ക ഞാൻ 500 രൂപ അവിടെ ഉണ്ടായിരുന്ന എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ ഉടമ്പടിയുടെ കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഈ ക്യൂവിലോട്ട് കയറാൻ പോയപ്പം അവിടെ ഒത്തിരി പെണ്ണുങ്ങൾ നിന്നിട്ട് ഒരുമാതിരി സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ആണുങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ ചേച്ചി കയറിക്കോ, ഇടയിൽ കയറിക്കോ. പക്ഷേ ഹരിപ്പാടെന്നുള്ള അത് അവർ കേൾക്കുന്നുണ്ട്, ഹരിപ്പാടെന്നുള്ള ഒരു ആൻറ്റി പറഞ്ഞു, ദേ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചി ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നല്ലൊരു സ്ഥലത്തല്ലേ ചേച്ചി, ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി, എനിക്ക് അങ്ങനെ ഭയങ്കര സങ്കടമുണ്ട്. എന്നാ വെച്ചാൽ ഒന്നും എനിക്കറിയുന്നില്ല, ആരോട് ചോദിക്കാനുള്ള വിഷമങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ചേച്ചിമാർ 3-4 പെണ്ണുങ്ങൾ എന്നെ കളിയാക്കുമോ പറയുമോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കങ്ങ് സങ്കടം വരുന്നുണ്ട്. സാധാരണ ഞാൻ പെട്ടെന്ന് കരയുന്നൊരു വ്യക്തി. എന്നിട്ട് ഞാൻ പിടിച്ചവിടെ നിന്നു. ഇവരെൻ്റെ മുന്നേ 3-4 പെണ്ണുങ്ങൾ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ മൊത്തത്തിൽ തിരിച്ചു പോന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞു, ഇത് 2 മണിക്കുള്ള ഒരു ഇതെടുപ്പാണ്, അതുകൊണ്ട് ഈ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല, അവർക്ക് വീട്ടിൽ ചെന്ന് ചേരാൻ പറ്റത്തില്ല സമയത്തിനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അറിയാതെ എൻ്റെ മനസ്സിൽ പറഞ്ഞ്, നീയൊക്കെ വിളച്ചിൽ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, നീയൊക്കെ വിളച്ചിലെടുത്തിട്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് പോയതല്ലേ. പക്ഷേ എനിക്ക് ആ ഉടമ്പടി എടുക്കാൻ ഉള്ള യോഗം എന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ പോകും. അപ്പോൾ ഇതൊന്നും അറിയാതെ പോയി അവിടെ ചെന്ന് 4:30 ആയിട്ടും പ്രാർത്ഥന തരുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷൻ. എന്നു വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വരുക, എനിക്ക് ബസ്സുണ്ടോ ഇല്ലയോ, പിള്ളേരെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, അവരോട് ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വെക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇഷ്ടമുള്ളപ്പം വരും. 4:30 ആയപ്പോഴും എനിക്ക് അതിനകത്ത് ഇറങ്ങില്ല. തിരിച്ച് ഞാൻ ഇവിടെ താഴെ ഇറങ്ങി. അപ്പോഴും ഇവിടെ നിൽക്കുമ്പം 6:15. അപ്പോൾ എനിക്ക് മനസ്സിനൊരു സ്വസ്ഥതയില്ലാത്ത ഒരു നിപ്പാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ വന്നത് എന്താണ്, ഒരു വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ കയറി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാം മേടിച്ച്, തിരിയും തൈലും എല്ലാം മേടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പം പത്രം മേടിയിൽ അറിയത്തില്ല, എണ്ണ തിരിയുടെ ഒന്നും എനിക്കറിയത്തില്ല. ആകപ്പാട് 500 രൂപ, അതിൽ 50 രൂപയുടെ ഒരു ഊണും കഴിച്ചു ഉച്ചയ്ക്ക്. അപ്പോൾ എനിക്കതുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ, ഞാൻ പൈസ ഇങ്ങനെ തപ്പിയിട്ടെങ്ങും പൈസയും കിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മോള്, അവളോട് എനിക്കങ്ങനെ ചോദിക്കാനൊന്നും മടിയില്ല. ഞാൻ മോളെ എനിക്ക് 50 രൂപ തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ചിരിച്ചുകൊണ്ട് ശില്പ, ആ കുട്ടിയുടെ പേര് ശില്പ, അവൾ വിദേശത്ത് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടു. അവൾ 50 രൂപ സന്തോഷത്തോടെ എടുത്തെന്നു. അത് ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ ഒരു അമ്മയും മോളോട് തിരുവല്ലക്കാരി അവരോട് ചോദിച്ചു, ചേച്ചി എന്നാലും ഒരു ജസ്റ്റ് 100 രൂപ ഇരുന്നോട്ടെ, വണ്ടി എങ്ങാനും അറിയാതെ വല്ലോടത്ത് ഇറങ്ങിപ്പോയി അടുത്ത വണ്ടിക്ക് ഉണ്ട്. അവർക്ക് എന്തോ ഞാൻ കളിപ്പീര് പോലെ അവരുടെ മുഖഭാവത്തിൽ മനസ്സിലായി. എങ്കിലും 50 രൂപ വന്നു. അതും കൊണ്ടാണ് ഞാൻ ഒരു വെപ്രാളത്തിൽ ഓടി. ഞാൻ 9 മണിയായി ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ ഓർത്ത് നോക്കി, എൻ്റെ കൊച്ച് അവിടെ നോക്കി നിൽക്കുക, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ചെന്ന് അവൻ എന്നെ കയറി. ഞാൻ ഒത്തിരി അവന്മാരെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. അന്ന് ഞാൻ ഒന്നും കഴിച്ചൊന്നുമില്ല. പക്ഷേ അന്നേരം ഞാൻ കയറുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും എനിക്ക് ബാത്റൂമിൽ പോകണമെന്നൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കിതൊന്നും വരല്ലേ, ഭക്ഷണം പിന്നെ ചോദിക്കാൻ, വെള്ളമൊന്നും എന്നോട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്നു. പിറ്റേ ദിവസം രാവിലെ, അന്ന് പ്രാർത്ഥിച്ചൊന്നുമില്ല, പിറ്റേ ദിവസം രാവിലെ മകൻ്റെ ഇളയ മോൻ്റെ കൊച്ചിന് ഭയങ്കര കരച്ചിലെന്നും പറഞ്ഞു. അപ്പോൾ അവർ വേറെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു, എടാ കൊച്ചിനെ ഒന്നും ചെയ്യില്ല, നീ ഒന്ന് വേഗം. പെട്ടെന്ന് എനിക്ക് തൈലത്തിൻ്റെ ഓർമ്മ, അന്ന് ഞാൻ കൊണ്ടുപോയിട്ടല്ലേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തൈലം എടുത്ത് എൻ്റെ കുഞ്ഞിനെ അവൾ 100 പോലെ കരയും. അപ്പം ഞാൻ മുഴച്ച് അവളുടെ ഇടറിയിട്ട് ഇവിടെ ഒരു മുഴയുണ്ട്. അപ്പോൾ ഞാൻ അതേലോട്ട് പയ്യെ തൊട്ടുള്ളൂ, അമർത്തി ഒന്നുമില്ല. മാതാവേ, ഞാൻ ആദ്യമായിട്ട് നിൻ്റെ തൈലം ഞാൻ എൻ്റെ മോൾക്ക് മികാമോൾക്ക് തേക്കുക, അത് കുറച്ച് കൊടുക്കണം, അവൾ കരയാനോ വരട്. എനിക്കറിയില്ല, ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി അവൾക്കത് തൂത്ത് കഴിഞ്ഞപ്പോൾ 2-3 സെക്കൻഡിനുള്ളിൽ അവൾ കരച്ചിൽ പയ്യെ നിർത്തി. പെടലി അനങ്ങത്തില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട്.
അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിനക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ അവിടുത്തെ വീക്കം കുറയുകയും അവൾ പെടലിൽ തിരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ ദൈവമേ, ദൈവത്തിന് ഒത്തിരി നന്ദി ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ വന്ന ഉടമ്പടി സത്യത്തിൽ ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോയാൽ എന്നാന്നൊന്നും ആദ്യമൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല വന്നേ. പിന്നീട് ഞാൻ വെച്ചത്, എൻ്റെ മോൻ്റെ ഭാര്യ UK പോയിട്ട് 1 വർഷമായിട്ട് അവൾക്ക് ജോലിയുടെ ഒന്നും ആയില്ല. റിജക്റ്റ് ആയിപ്പോവും. അവൾ മാൾട്ടയിലാണ്, റിജക്റ്റ് ആയിപ്പോവും. അപ്പോൾ ഒരാളുടെ ശമ്പളത്തിൽ, അവിടെ പോയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ത് ചെയ്യണം. ഒരാളുടെ ശമ്പളത്തിൽ കുഞ്ഞുകൊണ്ട് എനിക്കിവിടെ ചെലവിൻ്റെ കാര്യങ്ങൾ, ലോണുണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് സെലക്ട് ആവണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ 5-6 നിയോഗത്തിലൊന്ന് എഴുതിയത് ഉള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ എല്ലാ ദിവസവും ഞാനിപ്പോൾ പറയുകയാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്നെ ഒരു സുഗന്ധം തഴുകിപ്പോകും. അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. എല്ലാ ദിവസവും ഞാൻ അനുഭവിക്കും. അപ്പം ഇങ്ങനെ വലിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും ഞാൻ അങ്ങനെ വലിച്ച പടി അവിടെ നിൽക്കത്തേ ഉള്ളൂ. അത് തീരുന്നവരെ ഞാൻ ആ മണം എടുത്തുകൊണ്ടേയിരിക്കും. ഇതെൻ്റെ അനുഭവമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ചില ദിവസം എനിക്കങ്ങനെ ഇരിക്കാൻ നടുവ് പ്രശ്നമുള്ളതാണ്. അപ്പം ഞാൻ നിലത്തൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് വയ്യില്ല. അപ്പം ഞാനിങ്ങനെ കണ്ണടച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. കണ്ണ് തുറന്നുള്ള ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ഇങ്ങനെ സ്വയം പ്രാർത്ഥനയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, എനിക്ക് അനുഗ്രഹം തന്നത്. അപ്പോൾ എന്നെ കവർ ചെയ്ത് 2 പ്രാവശ്യം ആരോ എന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ഞെട്ടു, എൻ്റെ വീടിനകത്ത് ആരാ കയറിയത്, കതവ് ചാരിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ അപ്പം ഞാൻ പറയും, നിങ്ങൾ ഇതിലെ കൂടെയൊക്കെ നടന്നു പോണേ, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി സുഗന്ധവേലും തന്നിട്ട് വേണം ഞാൻ ഈ തമാശ രൂപത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്നെ കവർ ചെയ്ത് 2 പ്രാവശ്യം എല്ലാ ദിവസവും ഒരു സമയം ഞാൻ 6 മണി കൃത്യം ഞാൻ 6 മണിക്ക് എൻ്റെ വീടിനകത്ത് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു വല്ല പ്രശ്നത്തിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അറിയാതെ എൻ്റെ മൂക്കിൻ്റെ തുമ്പത്തൂടെ പെട്ടെന്ന് മണം കടന്നു പോകും. എന്നുവെച്ചാൽ എന്നെ ഓർമ്മപ്പെടുത്താൽ പോ ഞാൻ തിരിച്ച് വീട്ടിൽ വരും, പെട്ടെന്ന് ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് എന്നുവെച്ചാൽ ചിലപ്പോൾ ചിലരോട് പറഞ്ഞ് അവർ പറയുവേ, ഇവള് വലിയ പ്രാർത്ഥനക്കാരി, ഇവളിതിലിങ്ങനെയാണ്. ഞാൻ എൻ്റെ നാക്കിച്ചിരി ഞാൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മണവും പോവും. ഇതനുഭവിക്കുന്നത്. പിന്നെ എൻ്റെ മോള്, ഞാൻ അന്നേരം ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ എന്നോട് അപ്പം ഞാൻ പറയും, എൻ്റെ ജൂലൈ 7-ന്, അപ്പം ഞാൻ എടുത്തത് മെയ് 20-നാണേ ഉടമ്പടി. ജൂലൈ 7 ആയപ്പോഴത്തേക്ക് അപ്പം അന്നേരം ഞാൻ പറയും, എൻ്റെ മാതാവ്, എൻ്റെ കൊച്ചിന് സെലക്റ്റാണ് 7-ാം തീയതി, കുഞ്ഞു മോളുടെ ബർത്ത്ഡേ, അന്ന് അവൾക്കൊരു സന്തോഷമാവണം എന്ന് പറഞ്ഞു. 5-ാം തീയതി, കൃത്യം 5-ാം തീയതി ജൂലൈ 5, 10:30 മണി മോൻ വെളിയിൽ പോയിട്ട്, 2ാമത്തെ മോൻ വെളിയിൽ പോയിട്ട് കയറി വരുമ്പം കതവ് തുറന്നതേ കുന്തിരിക്കവും ആദ്യം മുല്ലപ്പൂ മണം കയറി, പുറകെ കുന്തിരിക്കവും കയറി. വീട് മുഴുവൻ എനിക്കത് അത് മറ്റേ സാധാരണ വന്നു പോകുന്നത് എനിക്ക് വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനിങ്ങനെ അതിൽ ലയിച്ച് അങ്ങനെ ഇരിക്കുമോ. മോനെ നിനക്കുണ്ടോടാ, അവനും പറഞ്ഞുകൊണ്ടെന്ന്. എൻ്റെ മക്കളെ പിറ്റോ ദിവസം രാവിലെ അപ്പോൾ എൻ്റെ മോളോട് പറയും, ഞാൻ പ്രാർത്ഥിക്കുന്ന മോനെ, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഈ വയസ്സാനം കാലത്ത്, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു 6-ാം തീയതി എൻ്റെ മോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുക, അമ്മയോട് ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ സെലക്റ്റായമ്മേ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ ടഫാണ്. അപ്പോൾ അവൾ ഇടയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മയെ ഭയങ്കര ക്വസ്റ്റ്യനാണ് വരുന്നത്, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മോൻ നീ കയറിക്കോ, നിനക്ക് ഒരു ക്വസ്റ്റ്യനും പ്രയാസം വരികയെന്ന്. എല്ലാ പിള്ളേരും ഇറങ്ങി വരുമ്പോഴും അവൾ എന്നോട് പറഞ്ഞത് 3 ചോദ്യമേ അവളോട് ചോദിച്ചുള്ളൂ. അവൾക്കറിയുന്ന അവൾക്ക് ടെൻഷനായിരുന്നു, എന്തോ കിട്ടുമോ ഇല്ലയോ, സെലക്ട് ആവോ. അവൾ സെലക്ട് ആയ ഉടനെ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ സെലക്റ്റായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, മക്കളെ വരണം, വന്ന് മാതാവിൻ്റെ വന്ന് മാലയിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ എനിക്കത് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല. അച്ഛൻ ചിലപ്പോൾ പറയാറില്ലേ, നിറഞ്ഞു കവിഞ്ഞ് വരുന്നത് പോലെയാണ് എൻ്റെ ഇപ്പോൾ വയറും നെഞ്ചകം ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഒത്തിരി എനിക്ക് പറയാനുണ്ട്, പക്ഷേ എനിക്ക് പറയാൻ പറ്റുകയില്ല, കരച്ചിൽ വരും ചിലപ്പോൾ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് 2ാമത്തെ മരുമോൾ, ഇളയ മോൻ, 2ാമത്തെ കിട്ടിയില്ല, ഇളയ മോൾ. അവൾ ജോലിക്ക് പോകത്തില്ല, അവൾക്ക് പറ്റത്തില്ല, നേഴ്സിംഗാണ്, അവൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയം. കല്യാണം കഴിഞ്ഞ് കുഞ്ഞിന് 3 വയസ്സായി ഇവൾ പോകുമല്ലോ. അപ്പം ഞാൻ എന്നും പറയടി, ഒന്ന് പോടി, ഈ കഷ്ടപ്പാടൊക്കെ തീരാനല്ലേ. അമ്മ പോമേ, ഞാൻ പോകുമല്ലേ. അപ്പം ഞാനൊരു ദിവസം മാതാവിനോട്, മാതാവേ ഇവളെ എന്നാന്ന് വെച്ചാൽ ചെയ്തു, ഞാൻ ഇനി ഇവളുടെ കാര്യത്തിലൊന്നും ഞാൻ പറയത്തില്ല മാതാവേ എന്ന് പറഞ്ഞു. എന്നതായാലും ദൈവമക്കളെ, ഞാൻ പറയുന്നത് എൻ്റെ ദൈവം തമ്പുരാൻ, എൻ്റെ മാതാവ് കുറച്ച് ദിവസം, 1 മാസം 2, ഞാൻ ഉടമ്പടി എഴുതി 1.5 മാസം കഴിഞ്ഞപ്പം അവൾ തന്നെത്താനെ ജോലിക്ക് പോകാനും, അത് കഴിഞ്ഞ് ഇപ്പോൾ അവൾ OIT എഴുതിയിട്ട് നിൽക്കുവാണ്. ആരാ ഇത് ചെയ്തേ? എൻ്റെ മാതാവല്ലേ. അവൾ 5 വർഷമായിട്ട് പോകാതെ, അവൾക്ക് ഇഷ്ടമില്ല ആ തൊഴിൽ, അവൾക്ക് അക്കൗണ്ടിങ് ആണ് ഇഷ്ടം. പക്ഷെ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ അവൾ അതിന് പോവുകയും ഇപ്പോൾ എനിക്ക് സന്തോഷം, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. അപ്പം ഞാൻ പറയും, വരിവടി തരും, നീ ഒന്നും വിഷമിക്കേണ്ട, ഞാൻ അന്നും വന്നു അവളുടെ എക്സാമിൻ്റെ അന്ന്, നിനക്ക് മാതാവ് തരും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിച്ച പല കാര്യങ്ങൾക്കായിട്ട് മാതാവ് തരും. ഇപ്പം എനിക്ക് കുറച്ച് തടസ്സങ്ങളുണ്ട്. അപ്പം ഞാൻ എന്നാ പറയുന്നത്, ദൈവം പറയില്ലേ, എനിക്ക് ഉചിതമെന്ന് തോന്നുന്ന സമയത്തെ ഞാൻ തരുവുള്ളൂ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കാതെ, ദൈവമേ എന്ന് വിളിക്കാതെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് ആരോ അവരിലാണ് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരുന്നത്.
അപ്പോൾ എനിക്ക് കുറവുകളുണ്ട്, നാക്കാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും, ഈ നാക്കിനെ ശ്രദ്ധിച്ചാൽ എല്ലാം ശരിയാവും. പെണ്ണുങ്ങളെന്ന് പറയുന്നതാണ് ഏറ്റവും അഴുക്ക്. അവരാണ് വീടിനകത്ത് അയൽവാസികളുമായിട്ട് അടുത്തവർ നന്നായാലും എന്ത് ചെയ്താലും എന്ന് പറയുന്നത്. അത് എനിക്കുള്ളത് കൊണ്ട് നിങ്ങളോട് പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വരികയില്ല കേട്ടോ. ഈ സുഗന്ധവും മാതാവും ഒന്നും കാണത്തില്ല. ഞാൻ ആരെയും കണ്ടിട്ടില്ല, പക്ഷെ സുഗന്ധം അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് ഞാൻ അപ്പോൾ കുറച്ചൊരാൾ എന്നോട് വേറെ ഒരു തരത്തിൽ നെഗറ്റീവായിട്ട് സംസാരിച്ചപ്പം ഇടയ്ക്കൊരു പ്രാർത്ഥനയിൽ എനിക്കൊരു തടസ്സങ്ങൾ ഒരു മന്ദതയായി. അപ്പോൾ ഞാൻ എന്നാ ചെയ്ത്, പിന്നെ ഞാൻ മാധവനോട്, മാധവ്, ഞാൻ അവരൊക്കെ പറയുന്നത് കേട്ട് ഞാൻ നിന്നെ അവിശ്വസിച്ചല്ലോ, ഞാനവിടെ കാണുകയും കേൾക്കുന്നില്ല, എനിക്ക് ഉടമ്പടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനറിയാം, വചനങ്ങൾ അക്ഷരങ്ങൾ ഇന്ന സംഖ്യ എന്ന് പറയാൻ അറിയത്തില്ല, വചനങ്ങൾ അച്ഛന്മാർ പള്ളിയിൽ പ്രസംഗം എനിക്കറിയാം, തന്നെത്താനെ പ്രാർത്ഥിക്കാനറിയാം, പ്രാർത്ഥനാ യോഗത്തിന് പോയോ തന്നെത്താനെ പ്രാർത്ഥിക്കാനറിയാം. ഇല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, എൻ്റെ കൈയെല്ലാം കിടുകിടുകിടുകിടെന്ന് പറയും. എനിക്ക് ആ 2 വാക്ക് പറഞ്ഞാലേ, എൻ്റെ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞാലേ എനിക്കിപ്പോൾ പ്രാർത്ഥനാ യോഗത്തിൽ നിന്ന് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഇത് മുഴുവനും, അതായത് ഞാൻ 59 വയസ്സുള്ള വ്യക്തിയാണ്, പള്ളിയിൽ പോകത്തില്ല, വല്ലപ്പോഴും പോകും, കുർബാന സ്വീകരിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ പള്ളിയിൽ എല്ലാ ആഴ്ചയിലും ഏറ്റവും ആദ്യത്തെ ആൾ ഞാനാണ്. അത് കഴിഞ്ഞ് സൺഡേ സ്കൂളിൽ പിള്ളേർ വരുള്ളൂ. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കഴിഞ്ഞും വലിയ സൗണ്ടിലാണ്. മലങ്കര കത്തോലിക്കടയാണ്, വലിയ സൗണ്ടിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കുമ്പസാരിക്കാൻ അച്ഛൻ ഇച്ചിരി താമസിച്ചാൽ അച്ഛനോട് പഠിച്ചാൽ എനിക്ക് കുമ്പസാരിക്കണം. ഈ ആൾക്കാർ വരുമ്പം ഈ ആരാധന തുടങ്ങുമ്പോൾ എനിക്ക് ഒന്നും കേൾക്കുകയില്ല അച്ഛൻ, എനിക്ക് അതിന് മുമ്പ് കുമ്പസാരിക്കണം. ഇതെല്ലാം പറയിപ്പിച്ചത് ആരാ? ഞാൻ ഇതിന് മുമ്പ് ജീവിച്ചയാളാണ്. ഞാൻ ഇവിടെ വന്നിട്ട് പോയിട്ടാണ് ഇപ്പോൾ പറയും, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം എന്ന് അച്ഛനെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കുമ്പസാരിപ്പിക്കും. ഇവിടെ വന്നിട്ട് ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ ഇവിടെ അച്ഛനോട് പറഞ്ഞ് കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെത്താനെ പ്രാർത്ഥിക്കാം, ബൈബിള് വായിക്കണം, സന്ധ്യയ്ക്ക് 2 നേരമുള്ള പ്രാർത്ഥന. ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. എവിടെ പോയാലും ഇപ്പോൾ എവിടെയും യാത്രയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ യാത്രയില്ല. എനിക്ക് 6 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ എനിക്ക് നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. ഇതെല്ലാം തന്നത് എൻ്റെ ദൈവം മാതാവ്. ഇനി ഞാൻ ചോദിച്ചൊക്കെ തരാനുണ്ട്, അതൊക്കെ ദൈവത്തിന് തോന്നുമ്പോൾ തന്നോട്ടെ. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് ഈ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥന, ആ പ്രഭാതത്തിലെ പ്രാർത്ഥന, അതാണ് ആ സ്വർഗം തുറന്ന് നമ്മളെ നോക്കുമ്പോൾ. എൻ്റെ ദൈവമേ, എന്താ, നിങ്ങളൊന്ന് വെളിയിലിറങ്ങിയിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ തിരി കത്തിച്ചിട്ട് വെളിയിലിറങ്ങിപ്പോയി കളയും, ചിലപ്പോൾ വഴിയെ കൂടെ നടക്കും. അപ്പോൾ എനിക്ക് നല്ല ഒരു മൈൻഡ് കിട്ടണം എനിക്ക് ആ നിശബ്ദതയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പോൾ മോൻ ഉറങ്ങിക്കിടക്കും, ഇനിയിപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. എനിക്ക് ഒച്ച പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഇഷ്ടം. ഞാൻ വെളിയിലിറങ്ങി എൻ്റെ മുറ്റത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ കയറുന്നത്. അപ്പോൾ ചിലപ്പോൾ പുറകോട്ട് പോയാലും ദൈവമേ, എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്കുള്ള വേറെയുള്ള അനുഗ്രഹമല്ല, എൻ്റെ ദൈവത്തോട് കൂടുതൽ അടുക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ദൈവമാതാവിനും എൻ്റെ യേശു അപ്പച്ചനും എത്ര പറഞ്ഞാലും അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നുരഞ്ഞു പതിയുന്ന ഒരു ഇത് വരും, നമ്മൾക്ക് തന്നെത്താനെ സുഗന്ധം വരുമ്പോൾ അറിയാതെ വരുന്ന ഒരു സ്നേഹമുണ്ട്. അത് അനുഭവിക്കാൻ എല്ലാവരെയും അനുകരിക്കട്ടെ. എനിക്ക് ഇനിയും എൻ്റെ ദൈവമാതാവിൻ്റെയും എൻ്റെ യേശു അപ്പച്ചൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും വേണം. എനിക്ക് ഇത്രയേ ഉള്ളൂ. കൃപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്പത്തല്ല ഞാൻ പറയുന്നത്. എനിക്കിപ്പോഴും പറയുന്നത്, എനിക്ക് പ്രാർത്ഥിക്കണം, ദൈവത്തെക്കുറിച്ച് ആരോട് 2 വാക്ക് പറയുമ്പോഴും, ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ, പരിസരത്ത് എല്ലാവരോടും എന്ത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമേ പറയത്തുള്ളൂ, അതിലൊരു കാരണം ഉണ്ടാക്കും. അപ്പോൾ അതാരാ തന്നെ എൻ്റെ ദൈവം തമ്പുരാൻ 1000 സ്തുതിയും നന്ദിയും. എത്ര പറഞ്ഞാലും എൻ്റെ മരണം വരെ ദൈവം, എനിക്ക് വയ്യാത്താണ്, നടുവൊന്നും മേലത്തെന്നാലും എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.